എന്റെ കല്യാണം മറ്റന്നാളാ, ഞാൻ വീട്ടിലില്ല. ഞാൻ നമ്മുടെ തോട്ടിന്റെ കലക്കി പോയിരിക്കുക. വീട്ടിൽ കയറി വീണ്ടും അടിയും വിട്ട് നടക്കും. പിറ്റേന്ന് രാവിലെയായി. അപ്പം അമ്മ വന്നിട്ട്, അപ്പം അച്ഛനിങ്ങനെ കലിപ്പിച്ച് നിൽക്കുകയാണല്ലോ. അച്ഛൻ അപ്പൂപ്പൻ്റെ അടുത്ത് എല്ലായിടത്തും പറഞ്ഞേക്കുന്നത് അവൻ്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞു, പിന്നെ എന്നെ നാട്ടുകാർ കല്യാണം വിളിക്കും, അതേ കണക്ക് ഞാൻ കല്യാണത്തിന് പോകും. പിന്നെ മോനാന്നൊക്കെ പറഞ്ഞിട്ട് വന്ന് നമസ്കരിക്കാരെ പിടിക്കാരൊക്കെ വന്നാൽ ഞാൻ അഴിച്ച് അവൻ്റെ ചെറുനെ കുറ്റിയാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞേക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ അച്ഛൻ പറ്റുന്നത് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിറ്റേന്ന് രാവിലെ ആയപ്പോണ്ട് കല്യാണത്തിന് അന്ന് രാവിലെ. അപ്പം അമ്മ ഇങ്ങനെ വന്നിട്ട് റൂമിലോട്ട് വന്നിട്ട്, ഞാൻ പ്രായം എത്രയായിരുന്നു? എനിക്കൊന്ന് 26 വയസ്സ്, 27 വയസ്സ്. അപ്പോൾ അമ്മ അകത്തോട്ട് വന്നിട്ട് പറഞ്ഞു, ഇടാ പോയി അച്ഛനോട് മാപ്പ് പറഞ്ഞിട്ട് മര്യാദ കല്യാണത്തിന് ഇറങ്ങാൻ. ഞാൻ പറഞ്ഞു അമ്മമ്മയുടെ വാടകയ്ക്ക് പോയേ എന്നൊക്കെ പറഞ്ഞിട്ട്, മര്യാദക്ക് നിന്നോട് ഞാൻ പറഞ്ഞേക്കാം, വിഷ്ണു തന്നെ വിട്ടു, വിഷ്ണു നീ പോയി പറഞ്ഞ്. അപ്പം ഞാനെന്ത് ചെയ്തു, ഞാനിൽ അമ്മ ലൈറ്റൊന്നും ഇടാതെ കയറി വന്നത്. അപ്പം ഈ രണ്ട് നമുക്ക് തലാണയുടെ കൂട്ടത്തിൽ കുഞ്ഞം പീസ് തലാണ പുതിയ മെത്ത ഓടിക്കുമ്പോൾ രണ്ടും കൂടെ കിട്ടും. അപ്പോൾ ഇതിങ്ങനെ കയ്യിരുന്നു. ഞാൻ പറഞ്ഞു നിങ്ങൾ പോയെന്ന് പറഞ്ഞിട്ട് ഈ ഇതെടുത്ത് ഇങ്ങനെ വീശി. അപ്പോൾ ഇതിൻ്റെ തുമ്പം കേട്ട് അമ്മയുടെ പുറത്ത് എവിടെയോ തട്ടി. അമ്മ വിചാരിച്ച് ഞാൻ കൈ വീശി അടിച്ചാണെന്ന്. യോ ഇവനെൻ്റെ ചെവുക്കല്ലടിച്ച് പൊട്ടിച്ചെന്ന് പറഞ്ഞുകൊണ്ട് അമ്മ നെഞ്ചത്തെട്ട് നിലയും പിടിച്ചിട്ട് ഹാളിൽ കിടന്ന് ഉരുളക്കവും. ഞാൻ മിഥുന സിനിമയിൽ ഇന്നസെൻ്റ് ഒന്ന് ഇരിക്കുന്നത്, ഞാൻ അമ്മയുടെ അഭ്യാസം കണ്ടോണ്ടിരിക്കുന്നു. അച്ഛൻ അവിടെ വന്നിട്ട്, അമ്മണി നിനക്ക് എന്തോടി ഭ്രാന്താന്തോടി, നിങ്ങളെല്ലാം കൂടെ ചേർന്ന് എന്നെ കൊല്ലുമോ എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ ഒരു തേടി കൂടെ അലമ്പ്. കല്യാണത്തിൻ്റെ രാവിലത്തെ കാര്യം പറയുന്നത്. ഇതൊക്കെ നാട്ടുകാരെ എല്ലാവരും കയറി വന്നൊക്കെ സെറ്റിലൊക്കെ ചെയ്തിട്ടാണ്. ഇത് കുറേ ഉണ്ട്, ഞാനിത് ജസ്റ്റ് എനിക്ക് പറയാം. ഇതിനകത്ത് ഇത് കുറേ ഭയങ്കര രസമുള്ള പരിപാടികളാണ് ഉള്ളത്. ഇത് ഞാൻ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചോണ്ടിരിക്കുമ്പോൾ ഇത് നമുക്ക് മസ്റ്റായിട്ട് ഇതിന് വേണം. തെറികളൊക്കെ കയറി വരണം. അതിനിടയ്ക്ക് ഭയങ്കര ഒരു കോമഡി എൻ്റെ വീട്ടിൽ. അച്ഛൻ്റെ ഒരു 5 പൈസ എടുക്കാനില്ലല്ലോ, എല്ലാം ഞാനീ കിടന്ന് കടം പേടിക്കുന്ന ആൾക്കാരെ മൊത്തം കൂട്ടുകാരെ മൊത്തം കടം പേടിച്ച് വരുന്നത്. അപ്പോൾ എൻ്റെ വീടിൻ്റെ പാല് കാച്ച് കഴിഞ്ഞെങ്കിലും വീടിന് എൻ്റെ റൂമിൻ്റെ ടോയ്ലറ്റ് വൃത്തിയാക്കിയിട്ടില്ല, ഒരുപാട് ചിലടത്ത് ജനലിൻ്റെ ഫുൾ ചെയ്തിട്ടില്ല. ഇതൊരു സൈഡിൽ കൂടെ ചെയ്യുന്നു. ഞാൻ ഈ നാട് കൂടുതൽ നടന്ന് വിളിക്കാൻ കാര്യം ഞാൻ പാർട്ടിയിൽ ഭയങ്കര സജീവ പ്രവർത്തനമല്ലേ, എനിക്ക് തന്നെ അറിയാം ഒറ്റയ്ക്ക് തന്നെ ചെയ്യുക. ഒരു പെണ്ണിൻ്റെ അപ്പുറത്തെ കാര്യങ്ങളും എൻ്റെ വീട്ടിലെ കാര്യങ്ങളും, അതും വീട്ടിലെല്ലാവരും എതിർപ്പ്, അച്ഛനൊക്കെ എതിർത്തിക്കുകയല്ലേ. അപ്പോൾ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു നാരങ്ങ ഏർപ്പാടാക്കിയിട്ടുണ്ട്, ഒരു 500 രൂപ തരണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എൻ്റെ പൊന്നച്ച ഒരു മോൻ്റെ കല്യാണത്തിന് 500 രൂപ പോലും എടുത്ത് കൊടുക്കാനില്ല, നീ കാണാൻ പോകണമെന്ന് പറയില്ല എന്നൊക്കെ പറഞ്ഞിട്ട്, എന്താ ഇയാൾ തന്ന ഇത് തരണം, അഡ്വാൻസ് എടുത്ത പൈസയും തന്നൂടെ. ഞാൻ പറഞ്ഞു വേണ്ട, നാരങ്ങ ഞാൻ മേടിച്ചോളാം. അല്ല ഞാൻ അടുത്ത ഏർപ്പാടാക്കിയിരുന്നു. ഞാൻ പറയാം കുഴപ്പമില്ലെന്ന് ഞാനങ്ങ് പോയി. ഞാൻ 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനില്ല പണ്ട് കട നടത്തിയുകൊണ്ട് എനിക്ക് ഈ കൊട്ടാരക്കരയുള്ള നാരങ്ങ കടക്കാരന്മാരോട് ബന്ധമുണ്ട്. അപ്പോൾ ഞാൻ അവിടെ കരയാൻ ചെന്നപ്പം നാരങ്ങ ഇറക്കി ലോഡ് ചെയ്യുന്നു. നമ്മൾ ചേട്ടാ എന്തോ നാരങ്ങ വരാം. അഖിലെ എന്തോടെ കാര്യം, അങ്ങനെ കല്യാണം ഇയാളുടെ ആണോ, എന്നാൽ ഇയാൾ നമുക്ക് ഇറക്കി വരയ്ക്കാൻ എടുത്തോ എന്ന് പറഞ്ഞിട്ട് 1500 രൂപയ്ക്ക് അങ്ങോട്ട് 1000 നാരങ്ങ 1500 രൂപ. അച്ഛൻ പറഞ്ഞ പ്രകാരം ഒരു നാരങ്ങയ്ക്ക് 3 രൂപയായിരുന്നു. ഞാൻ അന്നേരം എടുത്ത് ഒരു ചാക്ക് നാരങ്ങ വണ്ടിക്കകത്ത് കയറ്റി ഞാനിങ്ങനെ നാരങ്ങയും ചുമന്ന് ഇങ്ങനെ ഡിക്കിലോട്ട് കൊണ്ടുവച്ചപ്പോൾ അച്ഛൻ ഇതെന്തോ ആരെങ്കിലും തല്ലിക്കൊന്നു കൊണ്ടുവന്നതാണോ. ഞാൻ പറഞ്ഞു നാരങ്ങ ഇപ്പം ഞാൻ ഏർപ്പാടാക്കിയത്. ഞാൻ പറഞ്ഞ അച്ഛൻ ഏർപ്പാടാക്കിയത് ക്യാൻസൽ ചെയ്യണം. എടാ നീ പലതന്തയ്ക്ക് പറഞ്ഞവനാ, എനിക്കൊറ്റ തന്തയുള്ളൂ, എനിക്കൊരു വാക്കേ ഉള്ളൂ അച്ഛൻ്റെ അടുത്ത്. ഞാൻ പറഞ്ഞാൽ ഞാൻ പലതന്തയ്ക്ക് പറഞ്ഞാൽ ഞാൻ അന്വേഷിക്കാൻ പോയിട്ടില്ല, നിങ്ങൾ അന്വേഷിക്കാൻ പോയിട്ട് ഞാൻ അകത്തോട്ട് കയറി. അച്ഛൻ ഈ നാരങ്ങയുടെ പേരും പറഞ്ഞു അവിടെ കിടന്ന് പൂര ചീത്ത റോട്ടിൻ്റെ ഫ്രണ്ടിലോ വീട് കാണാൻ